ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. നമ്മുടെ പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരള ഭൂപരിഷ്കരണം എന്നത്. നമുക്ക് ഓരോ ചോദ്യമായി അല്ലെങ്കിൽ രണ്ടോ ചോദ്യമായി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മേഖല കൂടിയാണ് കേരള ഭൂപരിഷ്കരണം. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ കേരള ഭൂപരിഷ്കരണത്തെ കുറിച്ചാണ്. നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്ന്, കേരള ഭൂപരിഷ്കരണം. കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിക്കാൻ കാരണമായ നിയമമാണ് ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ജന്മി സമ്പ്രദായത്തിന് അന്ത്യം കുറിക്കാൻ അല്ലെങ്കിൽ അവസാനം കുറിക്കാൻ കാരണമായ നിയമമാണ് ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. ഇനി എന്താണ് ജന്മി സമ്പ്രദായം? ജന്മി തന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി കുടിയാന്മാർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കുകയും അവർ ആദായത്തിന്റെ ഒരംശം ജന്മിക്ക് പാട്ടമായി നൽകുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ജന്മി സമ്പ്രദായം എന്ന് പറയുന്നത്. അതായത് ജന്മി തന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി എന്ത് ചെയ്യും? കുടിയാന്മാർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കും. അങ്ങനെ കൃഷി ചെയ്ത ശേഷം അവർക്ക് കിട്ടുന്ന ആദായത്തിന്റെ ഒരംശം ജന്മിക്ക് പാട്ടമായി നൽകുകയും ചെയ്യും. ഈ ഒരു സമ്പ്രദായമാണ് ജന്മി സമ്പ്രദായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓർത്തു വെക്കുക. ഇനി കൊച്ചിയിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ആരാണ്? അത് ശക്തൻ തമ്പുരാനാണ്. കൊച്ചിയിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ശക്തൻ തമ്പുരാൻ. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ വിളംബരം നടത്തിയത് ആയില്യം തിരുനാൾ മഹാരാജാവാണ്. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ വിളംബരം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആയില്യം തിരുനാൾ മഹാരാജൻ. എപ്പോഴാണ്? 1867 1867 ജന്മി കുടിയാൻ വിളംബരം തിരുവിതാംകൂറിൽ നടത്തിയത് ആയില്യം തിരുനാൾ മഹാരാജാവാണ്. ഓർത്തു വെക്കുക. 1957 സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കാൻ EMS സർക്കാർ ഒരു സമിതിയെ രൂപീകരിച്ചു. 1957 ഓർക്കണം. 1957 എന്താണ്? സമഗ്രമായ ഒരു ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കാൻ വേണ്ടി EMS സർക്കാർ ഒരു സമിതിയെ രൂപീകരിച്ചു. അതിന്റെ കൺവീനറായി അച്യുതമേനോനെ നിയമിച്ചു. അതിന്റെ കൺവീനർ അച്യുതമേനോനായിരുന്നു. അതുപോലെ ആ ഒരു സമിതിയിലെ ഏക വനിതാ അംഗമാണ് KR ഗൗരിയമ്മ. ആ ഒരു സമിതിയിലെ ഏക വനിതാ അംഗം KR ഗൗരിയമ്മയാണ്. തുടർന്ന് 1957 ഡിസംബർ 21 1957 ഡിസംബർ 21 ഭൂപരിഷ്കരണ നിയമത്തിന് മുന്നോടിയായി, ഭൂപരിഷ്കരണ നിയമം വരുന്നതിന് മുന്നോടിയായി KR ഗൗരിയമ്മ നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. കേരള കാർഷിക ബന്ധ ബില്ല് എന്നാണ് അതിന്റെ പേര്. കേരള കാർഷിക ബന്ധ ബില്ല് എന്നാണ് അതിന്റെ പേര്. അവതരിപ്പിച്ചത് ഓർക്കുക, KR ഗൗരിയമ്മയാണ്. കേരള നിയമസഭയിലാണ്. 1957 ഡിസംബർ 21 ഭൂപരിഷ്കരണ നിയമത്തിന് മുന്നോടിയായിട്ടാണെന്ന് ഓർക്കണം. അവതരിപ്പിച്ച ബില്ലാണ് കേരള കാർഷിക ബന്ധ ബിൽ. ഇംഗ്ലീഷിലെ കേരള അഗ്രേറിയൻ റിലേഷൻസ് ബിൽ എന്ന് പറയും. കേരള അഗ്രേറിയൻ റിലേഷൻസ് ബിൽ അല്ലെങ്കിൽ കേരള കാർഷിക ബന്ധ ബിൽ എന്ന് പറയും. 1959 ജൂൺ 10 കേരള നിയമസഭ എന്ത് ചെയ്തു? ഈ ഒരു ബില്ല് പാസാക്കി. കേരള കാർഷിക ബന്ധ ബിൽ 1959 ജൂൺ 10 കേരള നിയമസഭ പാസാക്കി. ഈ പാസാക്കിയ ബില്ല് ഭരണഘടനയുടെ 201 ആർട്ടിക്കിൾ അനുസരിച്ച് രാഷ്ട്രപതി തിരിച്ചയച്ചു. അതായത് ഈ നമ്മുടെ നിയമസഭ പാസാക്കി, ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതി എന്ത് ചെയ്തു? 201 ആർട്ടിക്കിൾ പ്രകാരം ഇത് തിരിച്ചയക്കുകയാണ് ചെയ്തത്. തിരിച്ചയച്ചു. 1963 R ശങ്കർ മന്ത്രിസഭയുടെ കാലം, ഇത് R എന്നാണ്. R ശങ്കർ മന്ത്രിസഭയുടെ കാലം ഒന്നാം കേരള ഭൂപരിഷ്കരണ നിയമം എന്ത് ചെയ്തു? പാസാക്കി. ഒന്നാം കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത് 1963 R ശങ്കർ മന്ത്രിസഭയുടെ കാലത്താണ്. 1964 ഒന്നാം ആക്ട് എന്ന പേരിൽ ഇത് നിലവിൽ വന്നു. 1964 ഒന്നാം ആക്ട് എന്ന പേരിലാണ് ഈ ഒന്നാം കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത്. എന്നാൽ 1969 ഡിസംബർ 16 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കി. അതായത് 1969 ഡിസംബർ 16 എന്ത് ചെയ്തു? കേരളം ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കി. സി അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്ത് 1970 സി അച്യുതമേനോൻ മന്ത്രിസഭ. അപ്പൊ ആ ഒരു കാലത്ത് അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്ത് 1970 ജനുവരി 1 ഓർക്കുക, 1970 ജനുവരി 1 കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നു. അപ്പൊ 1970 ജനുവരി 1 കേരള ഭൂപരിഷ്കരണ നിയമം എന്ത് ചെയ്തു? നിലവിൽ വന്നു. അപ്പൊ ഈ സമയത്തെ റവന്യൂ മന്ത്രി ചോദിച്ചാൽ KT ജേക്കബ് ആണ്. ഈ ഒരു സമയത്തെ റവന്യൂ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് KT ജേക്കബ് ആണെന്ന് ഓർത്തു വെക്കണം. ഭൂപരിഷ്കരണ നിയമങ്ങൾ ഭരണഘടനയുടെ 9ാം പട്ടികയിലാണ് ഉൾപ്പെടുന്നത്. ചോദ്യം ചോദിക്കാം, താഴെ പറയുന്നതിൽ ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടുന്ന ഭരണഘടനാ പട്ടിക ഏതാണ്? അത് 9ാം പട്ടികയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 9ാം പട്ടികയിലാണ് എന്ത്? ഭൂപരിഷ്കരണ നിയമം അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് നിൽക്കുന്നത്. ലാൻഡ് റിഫോംസ് 9ാം പട്ടികയിലാണെന്ന് ഓർക്കുക. 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്
ഭൂപരിഷ്കരണ നിയമങ്ങൾ 9ാം പട്ടികയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്, ഈ ഭൂപരിഷ്കരണ നിയമങ്ങൾ എന്നത് 9ാം പട്ടികയിൽ ഉൾപ്പെടുന്നത്. 9ാം പട്ടികയിൽ 1972 29ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേരള ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയുടെ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭൂപരിഷ്കരണ നിയമങ്ങൾ എന്ത് ചെയ്തു, 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. എന്നാൽ കേരള ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയുടെ ഈ 9ാം പട്ടികയിൽ ഉൾപ്പെടുന്നത് 1972 29ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന് ഓർക്കുക. അപ്പോ മറ്റൊന്ന് അത്രയുമാണ് ഭൂപരിഷ്കരണം. ഇനി 2020 ജനുവരി 1 1970 ജനുവരി 1 കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത്. എന്നാൽ 2020 ജനുവരി 1 കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയിട്ട് 50 വർഷം പൂർത്തിയായി. 50 വർഷം. അടുത്തത് ഓപ്പറേഷൻ ബർഗ. എന്താണ് ഓപ്പറേഷൻ ബർഗ? 1978 ഒരു സംഭവമാണ് ഓപ്പറേഷൻ ബർഗ. പശ്ചിമ ബംഗാളിലെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഓപ്പറേഷൻ ബർഗ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഓപ്പറേഷൻ ബർഗ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ വ്യക്തതയോടെ കൃത്യമായി നോട്ടുകൾ ഉണ്ടാക്കി നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചുകൂടി ആർജവത്തോടെ പഠിക്കുക, സീരിയസ് ആയി പഠനത്തെ സമീപിക്കുക. വരുന്ന ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ പരീക്ഷകളുടെയൊക്കെ റിസൾട്ട് വരാൻ വേണ്ടി പോകുന്നുണ്ട്, പുതിയ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മൾ പഠനത്തെ കുറച്ചുകൂടി സീരിയസ് ആയി കാണുക. ഓക്കെ, താങ്ക്